എഡ്വിൻകുട്ടനെ നമ്മളിത് ഭയങ്കര സന്തോഷത്തിലല്ലേ? നല്ല മഴയൊക്കെ കിട്ടി. ഇന്നാട്ടോ നല്ലൊരു മഴ ഞങ്ങൾക്ക് ഭയങ്കര ചൂടായിരുന്നു. ഇപ്പൊ ചൂടൊക്കെ പോയി നല്ല തണുപ്പായി. പിള്ളേര് പറഞ്ഞു അപ്പൊ സെറ്റർ ഇടാന്ന്. ആ മാതിരി നന്നായിട്ട് തണുത്തൂട്ടോ. നല്ല മഴയായിരുന്നു. ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടണേ കേട്ടോ. പിന്നെ അതിനിടയ്ക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ റൈറ്റ് ഹാൻഡിനും ലെഫ്റ്റ് ഹാൻഡിനും വയ്യായിക. ആർക്കാ എഡ്വിനെ? അമ്മയുടെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ആരാ? റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് പൊന്നു. റൈറ്റ് ഹാൻഡ് എഡ്വിൻ എന്ന് പറയാൻ കാരണം എന്നാ? അമ്മയുടെ ഒപ്പം നിക്കണേ ആരാ? എഡ്വിൻ കുട്ടൻ അല്ലേ? നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ടല്ലേ എല്ലാം ചെയ്യണതാ. നമ്മൾ എഴുതണേ എന്തും കൊണ്ടാ? റൈറ്റ് ഹാൻഡ് കൊണ്ട്. വിറക് വെട്ടണതും വെള്ളം കോരണതും അങ്ങനെയെല്ലാം റൈറ്റ് ഹാൻഡ് കൊണ്ട്. അതുകൊണ്ട് അപ്പൊ ഇത്തിരി ഒരു കേപ്പബിൾ ആയിട്ടുള്ള ആളെയല്ലേ റൈറ്റ് ഹാൻഡ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ റൈറ്റ് ഹാൻഡ് എഡ്വിനും ലെഫ്റ്റ് ഹാൻഡ് പൊന്നു കേട്ടോ. രണ്ടുപേരും വീക്കാ. എഡ്വിൻ ആദ്യമേ തുടങ്ങി പനിയൊക്കെ. അത് കഴിഞ്ഞ് പൊന്നൂന് ഇന്നലെയും തുടങ്ങി കേട്ടോ. അപ്പൊ രണ്ടുപേർക്കും മരുന്നൊക്കെ വാങ്ങിച്ചു. ഇത് ഇന്നലെയാണെങ്കിൽ എഡ്വിനൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. പൊന്നൂസും ഫുഡ് കഴിക്കൽ തീരെ മോശമാണ്. അങ്ങനെ രണ്ടുപേരും വീക്കായിട്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാ ചെയ്യണ വന്നു പോയില്ലേ അതുകൊണ്ട് ഇല്ല എഡ്വിനെ? എഡ്വിൻ ഇന്നലെ കിടന്നുടത്തുനിന്ന് എണീറ്റൊന്നുമില്ല. ക്ഷീണാന്നാ പറയണേ. അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാത്തതിൻ്റെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇന്നായിപ്പോൾ പൊന്നൂനും ക്ഷീണമൊക്കെ ആട്ടോ. പൊന്നു കിടപ്പും അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ എല്ലായിടത്തേക്കും മഴയൊക്കെ പെയ്ത് കാണൂലേ? പെയ്യാത്ത സ്ഥലമൊക്കെ ഉണ്ടോ ഇനിയും? അമ്മ ബിരിയാണിയുടെ നല്ല നാട്ടം വന്നു. ബിരിയാണി കഴിച്ചാലോ? സ്വകാര്യം പറഞ്ഞതാട്ടോ. എഡ്വിൻ സ്വകാര്യം പറഞ്ഞ ഇതാട്ടോ. അപ്പൊ ഇവർക്ക് പനിയുള്ളപ്പോ ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്താലല്ലേ. അല്ലാണ്ട് ഈ വയ്യായികയായിരിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ഫുഡ് കൊടുക്കുമ്പോൾ അവർ ഓൾറെഡി കഴിക്കില്ല. അപ്പൊ ഞാൻ ഇന്ന് ബിരിയാണി, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അതിന്റെ സ്മെല്ല് വന്നപ്പോൾ എഡ്വിൻ പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയെ ബിരിയാണിയുടെ സ്മെല്ല് നന്നായിട്ട് വന്നിട്ട് അപ്പൊ ബിരിയാണി കഴിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ മേലേന്ന്. അപ്പൊ അതുകൊണ്ടാട്ടോ. അപ്പം ഞാൻ അതേ ഫുഡൊക്കെ എടുത്തു കൊടുത്തു. ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഒന്നിച്ച് ഫുള്ള് ഞാൻ റൈസും കൂടെ ചിക്കനിലേക്ക് ഇട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ ഈ അസുഖമായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഇഷ്ടമില്ലാത്തത് വീണ്ടും വീണ്ടും നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കി അവർ കഴിക്കില്ലല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് ബിരിയാണി അവർക്ക് ഇഷ്ടമായതുകൊണ്ട് ഇത്തിരിയെങ്കിലും തിന്നാൻ ശ്രമിക്കും. അതുകൊണ്ട് കണ്ടോ. നല്ലതാണോ എഡ്വിനെ? അമ്മയുടെ തട്ടിക്കൂട്ട് ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എന്നാ ഇനി ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. പൊന്നൂസ എങ്ങനെയുണ്ടടാ? പൂത്തറാണോ? പൂത്തറല്ല, സൂപ്പർ. സൂപ്പറാണോ? അടിപൊളിയാണോ? അന്ന് വേഗം വയററച്ച് കഴിച്ചോട്ടോ. ബിരിയാണി കഴിക്കട്ടെ. അപ്പൊ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. പൊന്നുന്റെ ചിക്കൻ കാല പറ.